ാക്കുകയും ചെയ്യുന്ന ഈ ക്രൂര രാഷ്ട്രം നമുക്കൊരിക്കലും ധിക്കരിക്കാൻ പാടില്ല. കാരണം നമ്മുടെ മുമ്പ് കാലത്തുള്ള നമ്മുടെ ഉപ്പാപ്പമാര് അതേ ലോകത്തോട് എത്രയോ കഷ്ടപ്പെട്ടുകൊണ്ട് രക്തസാക്ഷിത്വം വഹിച്ച നമ്മുടെ നേതാക്കന്മാർ, ആ നേതാക്കന്മാരെ സ്മരിച്ചുകൊണ്ടാണ്, ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനത്തെ സ്മരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മാതൃകായോഗ്യമായുള്ള ആ ദേശത്തിനോടുള്ള, നമ്മുടെ രാജ്യത്തിനോടുള്ള സ്നേഹം നിലനിർത്തുന്നത്. ഈമാൻ ഉള്ളത് കൊണ്ട് മാത്രമാണ്. ഈമാനിന്റെ ഒരൽപ്പം ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ ആരെങ്കിലും ദേശത്തോട് സ്നേഹം കാണിക്കുമോ? കാരണം മുസ്ലിമീങ്ങൾക്ക് ഇന്ന് പീഡനങ്ങളും അക്രമങ്ങളും ഏൽക്കേണ്ടി വന്ന് രക്തസാക്ഷിത്വം വഹിച്ച ആ മുസ്ലിമീങ്ങളുടെ സ്മരണയാണ് നമുക്കിന്നും നമ്മുടെ ദേശത്തോട്, നാടിനോടുള്ള സ്നേഹം. ഇല്ലെങ്കിൽ ആരെങ്കിലും സ്നേഹിക്കുമോ? നമ്മുടെ മുസ്ലിമീങ്ങളായ നേതാക്കന്മാർ ജയിലിലടക്കപ്പെടുകയും അവർക്ക് ആക്രമിക്കപ്പെടുകയും അവരെ പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ആരെങ്കിലും ഇത്തരത്തിലുള്ളവർ സ്നേഹം കൊണ്ട് നടിക്കുമോ? ഇല്ല. മുൻകാല നമ്മുടെ മുസ്ലിം നേതാക്കന്മാർ അത്തരത്തിലുള്ള ക്രൂരതകളും അക്രമങ്ങളും അനീതികളും ഏൽക്കേണ്ടി വന്നിട്ട് പോലും ലോകത്തോട് പ്രഖ്യാപനം നടത്തിയ മഹാനായ ഷാഹു വലിയുല്ലാഹി ദഹ്ലവി അദ്ദേഹത്തിന്റെ 2 മക്കളെ രക്തസാക്ഷിത്വത്തിന് കൊടുത്തതിന് ശേഷവും അതേ ഈ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി പോരാടി, ബ്രിട്ടീഷുകൾക്ക് പോരാടി ഈ അവസാനം മഹാനവരുകൾ രക്തസാക്ഷിത്വം വഹിക്കേണ്ടി വന്നു. സുബ്ഹാനല്ലാഹി ജല്ല ജലാലുഹു. അത്തരത്തിലുള്ള മഹാന്മാർ, അത്തരത്തിലുള്ള എത്രയോ വലിയ മഹാന്മാർ ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മക്കളെ കൊടുത്താലും കുടുംബത്തെ കൊടുത്താലും മുഴുവൻ ആളുകളും രക്തസാക്ഷിത്വം വഹിച്ചാലും, നിങ്ങൾക്കറിയാം ആ വാരിയർ കുന്തത്ത് അഹമ്മദ് ഹാജി, കുഞ്ഞഹമ്മദ് ഹാജി, മഹാനവരുകൾക്ക് വാഫർ കൊടുത്തു ബ്രിട്ടീഷുകാർ. എന്താണ് വാഫർ കൊടുത്തത്? നിങ്ങളതാ നമ്മോട് കൂട്ടുചേർന്ന് ഈ ബ്രിട്ടീഷുകാർക്ക് വേണ്ടി നിങ്ങൾ സമ്മതിച്ചു വന്നാൽ നിങ്ങളെ ഹജ്ജിന് കടത്താം, സർവ്വതും നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞപ്പോ മഹാനവരുകൾ പറഞ്ഞ വാക്കുണ്ട്, ഓ സഹോദരന്മാരെ, എനിക്ക് കഅബ പരിശുദ്ധമായുള്ള ഹജ്ജിന് ഞാൻ